നമസ്കാരം. ജീവന്റെ നൂൺ എഡിഷൻ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വെറുപ്പിന്റെ രാഷ്ട്രീയം വെടിഞ്ഞു എന്ന സന്ദീപ്. സ്നേഹത്തിന്റെ കടയിലേക്ക് സ്വാഗതമെന്ന് സതീശൻ. ബലിദാനികളെ വഞ്ചിച്ചുവെന്ന സുരേന്ദ്രൻ. കേരളത്തോടുള്ള കേന്ദ്ര അവഗണന പ്രതിഷേധം ശക്തമാക്കാൻ ഇടതുമുന്നണി. വയനാടിന് സഹായം നൽകാത്തതിൽ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾക്കും ആലോചന. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഗ്നിബാധ. 10 നവജാത ശിശുക്കൾക്ക് ജീവഹാനി. അന്വേഷണം പ്രഖ്യാപിച്ച UP സർക്കാർ. ആഗോളതാപനം, ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനത്തിൽ മുന്നിൽ അമേരിക്കയും ഏഷ്യൻ നഗരങ്ങളും. റിപ്പോർട്ട് അസർബൈജാൻ കാലാവസ്ഥാ ഉച്ചകോടിയിൽ. UEFA നേഷൻസ് ലീഗ് പോളണ്ടിനെതിരെ പോർച്ചുഗലിന് തകർപ്പൻ ജയം. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇരട്ട ഗോൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. BJPയുമായി ഇടഞ്ഞ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ. പാലക്കാട്ട് KPCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ സന്ദീപിനെ വരവേറ്റു. BJP നേതൃത്വവുമായി ഇടഞ്ഞ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ. പാലക്കാട് തെരഞ്ഞെടുപ്പ് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങവെയാണ് അപ്രതീക്ഷിത ട്വിസ്റ്റുണ്ടായത്. 2 ആഴ്ചയോളം നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിൽ കഴിഞ്ഞ രാത്രി AICCയും സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തിന് അനുമതി നൽകിയതോടെയാണ് നിർണായക പ്രഖ്യാപനത്തിലേക്ക് എത്തിയത്. ഉപതെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ച് സന്ദീപ് വാര്യർ കടുത്ത പ്രതിസന്ധി BJPക്കുണ്ടാക്കിയാണ് പാർട്ടി വിടുന്നത്. പാലക്കാട് സീറ്റ് നിഷേധിച്ചതിനൊപ്പം പാർട്ടിയിൽ നിന്നും നേരിടുന്ന അവഗണനയാണ് സന്ദീപിനെ കൂടുതൽ ചൊടിപ്പിച്ചത്. അങ്ങേയറ്റത്തെ അവഗണന BJPയിൽ നിന്ന് നേരിട്ടതായി സന്ദീപ് വാര്യർ പറഞ്ഞു. വിദ്വേഷമാണ് BJP വളർത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. നേരത്തെ ചില പരാതികളുടെ പേരിൽ സന്ദീപിനെ വക്താവ് സ്ഥാനത്ത് നിന്നടക്കം ചുമതലകളിൽ നിന്ന് മാറ്റിയിരുന്നു. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് K. സുരേന്ദ്രൻ തന്നെയാണ് സന്ദീപിനെ തിരികെ നേതൃനിരയിലേക്ക് എത്തിക്കാൻ മുൻകൈയെടുത്തത്. ഇതിനുശേഷവും തന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ലെന്ന് പരാതി സന്ദീപ് ഉയർത്തിയിരുന്നു. BJPയുമായി ഇടഞ്ഞ സന്ദീപ് CPMുമായും CPIയുമായും അടക്കം ചർച്ച നടത്തിയിരുന്നു. ആദ്യം മതനിരപേക്ഷ നിലപാട് സന്ദീപ് പരസ്യമായി പറഞ്ഞിട്ടും അത് സ്വീകരിക്കില്ലെന്നായിരുന്നു CPM തീരുമാനം. ഇതോടെയാണ് സന്ദീപ് കോൺഗ്രസ് വഴിയിലേക്ക് എത്തിയത്. ന്യൂസ് ഡെസ്ക് ജീവൻ. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഇടതുമുന്നണി. മുണ്ടക്കൈ ദുരന്തത്തിൽ കേന്ദ്ര സഹായം കിട്ടാത്തതിനെതിരെ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾക്കാണ് ആലോചന. വിഷയം തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കാനും ഇടതുമുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയാണല്ലോ പറഞ്ഞത് സഹായം നൽകുമെന്ന്. അപ്പോൾ അത് കിട്ടേണ്ടേയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചോദിച്ചു. കേരളത്തോടാണ് കേന്ദ്രത്തിന് അമർഷം. കേരളത്തെ ഒരു കാരണവശാലും സാമ്പത്തിക മുന്നേറ്റം സൃഷ്ടിക്കാൻ അനുവദിക്കില്ലെന്ന് രാഷ്ട്രീയ കാരണങ്ങളാണ് കേന്ദ്ര നിലപാടിന് പിന്നിലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. നിലപാടുകൾക്കെതിരായിട്ടുള്ള ശക്തിയായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത്. 3 മാസമായി ഒരു സഹായവും നൽകുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഇക്കാര്യത്തിലും കേരളത്തിന്റെ പൊതു താല്പര്യത്തിനൊപ്പമല്ല ഇത് നമുക്ക് കാണാനാവും. കേരളത്തോടുള്ള കേന്ദ്രാവഗണനയ്ക്കെതിരെ കേരളത്തിൽ മുഴുവൻ ശക്തമായ പ്രതിഷേധം ഉയരുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് വയനാട്ടിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യും. കേരളത്തിന് അകത്തും പുറത്തുമുള്ളവർ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ലോകമാതൃകയിൽ പുനരധിവാസം നടപ്പാക്കണമെന്ന് തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. SGR ഫണ്ട് ചൂരൽമല ദുരന്തബാധിതർക്ക് മാത്രമായി ഉപയോഗിക്കാമെന്ന് കേന്ദ്രം ഉത്തരവിറക്കുമോ എന്നാണ് റവന്യൂ മന്ത്രി K. രാജന്റെ വെല്ലുവിളി. ഉറപ്പായിട്ടും കേരളത്തിനോടൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, ഒരു വിധത്തിലും കേരളം ഏറ്റുവാങ്ങേണ്ടതില്ലാത്ത ഒരു ദുരന്ത സമീപനമാണ് ആദ്യഘട്ടത്തിൽ ഇന്നലത്തെ കത്തോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് സഹമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സാധാരണ നിലയിൽ ഞങ്ങൾ ഇനിയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടോ എന്ന് ഇന്നലെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു. കാത്തിരിക്കുന്നുണ്ട്. അതിന് 2 കാരണമുണ്ട്. IMCTയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല ആലോചന നടത്തും എന്ന് വീണ്ടും അദ്ദേഹം കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഹൈക്കോടതിയിലുള്ള കേസിലെ കേന്ദ്ര നിലപാടും സർക്കാർ ഉറ്റുനോക്കുന്നുണ്ട്. ദുരന്ത സഹായത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. കേന്ദ്രത്തിന്റെ അന്തിമ നിലപാട് അറിഞ്ഞ ശേഷം നിയമപരമായി മേൽക്കോടതിയെ സമീപിക്കാനും സംസ്ഥാനം ആലോചിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ.
വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആത്മകഥാ വിവാദത്തിൽ ഇ.പി. ജയരാജനെയും മുഖ്യമന്ത്രി പൂർണ്ണമായി പിന്തുണച്ചു. പ്രളയം വന്നപ്പോൾ കേന്ദ്രം സഹായിച്ചില്ല, ലഭിക്കേണ്ട സഹായം മുടക്കി, നാട് നശിക്കട്ടെ എന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്. ഇതിനെതിരെ കോൺഗ്രസ് മിണ്ടിയില്ല. വയനാട് ദുരന്തം ഇന്ത്യ കണ്ട വലിയ ദുരന്തങ്ങളിലൊന്നാണ്. അതിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു. എന്നാൽ കേന്ദ്രം മറ്റ് സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകി. എന്നിട്ടും കേരളത്തിന് സഹായമില്ല. നമ്മളെന്താ ഇന്ത്യക്ക് പുറത്തുള്ളവരാണോ എന്നും പിണറായി വിജയൻ ചോദിച്ചു. ആ മഹാപ്രളയം വന്നപ്പോ നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാം വല്ലാത്ത വിഷമത്തിലായിരുന്നു. കേരളത്തെ അറിയാവുന്ന മറ്റ് രാജ്യങ്ങളുണ്ടല്ലോ, അവര് സഹായിക്കാൻ തയ്യാറായി. സഹായം സ്വീകരിക്കില്ല എന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു. നമുക്ക് അർഹതപ്പെട്ട സഹായം തന്നില്ല. സഹായിക്കാൻ തയ്യാറായവരെ മുടക്കി. സഹായം സ്വീകരിക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞിട്ട് അതിന് സമ്മതം ചോദിച്ചപ്പോ അതും മുടക്കി. ഈ ഘട്ടത്തിലൊക്കെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച സമീപനം ശരിയായില്ല എന്ന് പറയാൻ കോൺഗ്രസോ UDFോ തയ്യാറായോ? വലതുപക്ഷ മാധ്യമങ്ങളും ചർച്ചക്കാരും പറഞ്ഞത് കേരളം കൊടുത്തത് കള്ളക്കണക്കാണെന്നാണ്. ഇതാണോ നാടിനു വേണ്ടിയുള്ള മാധ്യമ പ്രവർത്തനമെന്നും പിണറായി ചോദിച്ചു. ഒരാൾ പുസ്തകം എഴുതിയാൽ പ്രകാശനത്തിന് അയാൾ വേണ്ടേയെന്ന് ജയരാജന്റെ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ചോദിച്ചു. വിവാദമുണ്ടാക്കിയത് മാധ്യമങ്ങളാണെന്നും അത് UDFനെ സഹായിക്കാനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ മാധ്യമങ്ങളുടെ വിവാദങ്ങളുടെ കാര്യം എടുക്കുമ്പോഴാണ് ഇപ്പൊ ഈ അടുത്ത ദിവസം വന്നൊരു വിവാദമില്ലേ, ഇതിന്റെ ഇടക്ക് അങ്ങ് പറഞ്ഞു പോവുകയാണ് ഞാൻ. ഇ.പി. ജയരാജന്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്ന വാർത്ത പ്രകാശനം ചെയ്യുന്നു. ഒരാളൊരു പുസ്തകം എഴുതിയാല് ആ പ്രകാശന ചടങ്ങിൽ അയാൾ വേണ്ടേ, അല്ലെങ്കിൽ അയാൾ അറിയണ്ടേ? അങ്ങനെ ഒരു പ്രകാശന ചടങ്ങ് ഉണ്ടെന്നെങ്കിലും അയാൾ അറിയണ്ടേ? എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വിവാദങ്ങളായിട്ട് വരുന്നതെന്നാണ് നോക്കേണ്ടത്. ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന UDFനെയും BJPയെയും കഴിയുന്നത്ര സഹായിക്കാനാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. തൃശൂർ പൂരം കലക്കൽ ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളുടെ രണ്ടാം ഘട്ട മൊഴി രേഖപ്പെടുത്തി. റവന്യൂ വകുപ്പിന് പറ്റിയ വീഴ്ചകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് മൊഴിയായി നൽകിയതെന്ന് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് മലപ്പുറം SP ഫിറോസ് എം ഷഫീഖാണ് ദേവസ്വം ഭാരവാഹികളുടെ മൊഴി രേഖപ്പെടുത്തിയത്. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാറിന്റെയും ജോയിന്റ് സെക്രട്ടറി P. ശശിധരന്റെയും മൊഴിയെടുത്തു. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് പറ്റിയ വീഴ്ചകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് മൊഴിയായി നൽകിയതെന്ന് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. 2 പ്രശ്നങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചത്. പൂരദിവസം റോഡുകൾ വളച്ചുകെട്ടിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ കളക്ടറെ അറിയിച്ചിട്ടും എത്താൻ വൈകിയെന്നും ഇത് സംബന്ധിച്ച് വിശദമായ മൊഴി നൽകിയെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ പറഞ്ഞു. കളക്ടറുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായെന്നും കളക്ടർ നേരത്തെ എത്തിയിരുന്നെങ്കിൽ പ്രശ്നം ഒത്തുതീർപ്പാകുമായിരുന്നുവെന്നും K. ഗിരീഷ് കുമാർ പറഞ്ഞു. 2ാം തവണയാണ് സംഭവത്തിൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ മൊഴിയെടുക്കുന്നത്. വെടിക്കെട്ട് സ്ഥലം പോലീസ് അടച്ചപ്പോൾ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇതിനായി SP വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. കളക്ടറെ വിളിച്ചപ്പോൾ എത്താമെന്ന് പറഞ്ഞെങ്കിലും 2 മണിക്കൂറോളം കാത്തുനിൽക്കേണ്ടി വന്നെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജീവൻ. പതിനായിരങ്ങൾക്ക് ദർശന പുണ്യവുമായി ശബരിമലയിൽ മണ്ഡലകാല പൂജകൾക്ക് തുടക്കമായി. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ് വൃശ്ചിക പുലരിയിൽ നട തുറന്നപ്പോൾ അനുഭവപ്പെട്ടത്. പുലർച്ചെ 3-ന് പുതിയ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്നപ്പോൾ ശബരിമലയാകെ ശരണവിളികൾ മുഴങ്ങി. ഇനി ശരണമന്ത്രധ്വനികളുടെ നാളുകൾ. ഇന്നലെ മുതൽ തന്നെ തീർത്ഥാടകർ സന്നിധാനത്ത് തമ്പടിച്ചിരുന്നു. 70,000 പേരാണ് ദർശനത്തിനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. 10,000 പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനത്തിനെത്തും. ഈ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1-ന് അടയ്ക്കുന്ന നട വൈകിട്ട് 3-ന് വീണ്ടും തുറക്കും. രാത്രി 11-ന് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതുവരെ ദർശനത്തിന് അവസരമാകും. ദിവസവും രാവിലെ 3:30 മുതൽ നെയ്യഭിഷേകം. ഉഷപൂജ രാവിലെ 7:30-നും ഉച്ചപൂജ 12:30-നും നടക്കും. വൈകിട്ട് 6:30
8:30 ദീപാരാധന. രാത്രി 9:30 അത്താഴപൂജ. തീർത്ഥാടകരുടെ തിരക്ക് പരിഗണിച്ച് 18 മണിക്കൂർ ദർശന സൗകര്യം ലഭ്യമാക്കും. തീർത്ഥാടനത്തിന്റെ ആദ്യത്തെ 14 ദിവസത്തെയും വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായി. ഈ ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിംഗിലൂടെ മാത്രമേ ഇനി പ്രവേശനമുള്ളൂ. പമ്പ, എരുമേലി, സത്രം എന്നീ 3 കേന്ദ്രങ്ങളിലായി ദിവസം 10,000 പേർക്കാണ് സ്പോട്ട് ബുക്കിംഗിന് അവസരം. പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. കേരളത്തിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാവും ഇന്ന് മഴ ഏറ്റവും കൂടുതൽ ശക്തമാവുക. ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ 115.5 മില്ലിലിറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യമുണ്ടെന്നാണ് അറിയിപ്പിൽ പറയുന്നത്. ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. നവംബർ 17 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നലിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. മണിപ്പൂർ അസം അതിർത്തിയിൽ ഒരു കൈക്കുഞ്ഞു ഉൾപ്പെടെ 2 കുട്ടികളുടെയും ഒരു സ്ത്രീയുടെയും അഴുകിയ നിലയിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തി. മണിപ്പൂരിലെ ജിരിബാമിൽ നിന്ന് ഒരു കുടുംബത്തിലെ 6 പേരെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയിരുന്നു. 6 പേരെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ സംഭവം കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹങ്ങൾ ജീർണിച്ച അവസ്ഥയിലാണെന്നും തിരിച്ചറിയാനായിട്ടില്ലെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കുടുംബത്തെ തട്ടിക്കൊണ്ടുപോയ പ്രദേശത്ത് നിന്നും ഏകദേശം 15 കിലോമീറ്റർ അകലെ മണിപ്പൂർ അസം അതിർത്തിയിലുള്ള ഒരു നദിക്ക് സമീപത്ത് നിന്നുമാണ് 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. തട്ടിക്കൊണ്ടുപോയവരിൽ ആരുടെയെങ്കിലും മൃതദേഹമാണോ എന്ന് വ്യക്തമല്ലെന്ന് സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു. മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി അസമിലെ സിൽച്ചാർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. DNA പരിശോധനയ്ക്ക് ശേഷമേ കൊല്ലപ്പെട്ടവർ ആരാണെന്ന് തിരിച്ചറിയാനാകുമെന്നും മൃതദേഹങ്ങൾ തിരിച്ചറിയാനായി അന്വേഷണം തുടരുകയാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. തട്ടിക്കൊണ്ടുപോകപ്പെട്ടവരിൽ ആരെപ്പറ്റിയും ഇതുവരെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. നേരത്തെ കാണാതായ 6 പേരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ജിരിബാം ജില്ലയിൽ ജിരി യുണൈറ്റഡ് കമ്മിറ്റി ജില്ലയിൽ 48 മണിക്കൂർ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടെയാണ് 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. വാർത്ത പുറത്തുവന്നതോടെ ഇംഫാൽ താഴ്വരയിൽ വീണ്ടും പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ്. സംഘർഷാവസ്ഥയെ തുടർന്ന് സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ മഹാറാണി ലക്ഷ്മിബായ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 10 നവജാത ശിശുക്കൾ മരിച്ചു. 16 കുഞ്ഞുങ്ങളുടെ നില ഗുരുതരമാണ്. നവജാത ശിശുക്കളുടെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തീവ്രപരിചരണ വിഭാഗത്തിൽ 50ഓളം കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്. സംഭവം അങ്ങേയറ്റം ദുഃഖകരവും ഹൃദയഭേദകവുമാണെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എക്സിൽ കുറിച്ചു. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടത്തിനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടു. ആരോഗ്യവകുപ്പും പ്രത്യേക അന്വേഷണം നടത്തും. വെള്ളിയാഴ്ച രാത്രി 10:30 അപകടമുണ്ടായത്. ന്യൂസ് ഡെസ്ക് ജീവൻ. 3 രാജ്യങ്ങളിലെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. നൈജീരിയ, ബ്രസീൽ, ഗയാന എന്നീ രാജ്യങ്ങളിലേക്കാണ് മോദിയുടെ യാത്ര. 17 വർഷത്തിനു ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയയിലെത്തുന്നത്. നൈജീരിയയുമായുള്ള സഹകരണം ശക്തമാക്കാനുള്ള ചർച്ച മോദിയുടെ സന്ദർശന വേളയിൽ നടക്കും. ബ്രസീലിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും. റഷ്യ യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യയിലെ സംഘർഷം എന്നിവ ഉച്ചകോടിയിൽ ചർച്ചയാകും. ബ്രസീലിൽ നിന്ന് ഗയാനയിലെത്തുന്ന മോദി കരീബിയൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ കാരിക്കോം ഇന്ത്യ ഉച്ചകോടിയിലും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിലും പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുന്നതിലുമാവും തന്റെ ഭരണകൂടം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്ന നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് വിജയത്തിന് ശേഷമുള്ള ആദ്യ പൊതുവേദിയിലെ പ്രസംഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിജയത്തിന് ശേഷമുള്ള ആദ്യ പൊതുവേദിയിലെ പ്രസംഗത്തിൽ ട്രംപ് പ്രധാനമായി മുന്നോട്ട് വെച്ചത് 2 കാര്യങ്ങൾ. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിലും പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുന്നതിലുമാകും തന്റെ ഭരണകൂടം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. നവംബർ 5 നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ വിജയത്തിനു ശേഷം ആദ്യമായി പൊതുവേദിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്.
I saw a report today. Thousands of people over the last 3 days were killed. Thousands and thousands of people were killed. They happen to be soldiers, but whether they're soldiers or they're people sitting in towns, we're going to work it. So മിഡിൽ ഈസ്റ്റിൽ സമാധാനം സ്ഥാപിക്കാനായി പ്രവർത്തിക്കും. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കണം. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അവർ പട്ടാളക്കാരായിരുന്നു. അവർ സൈനികരാണെങ്കിലും അവരും മനുഷ്യരാണ്. എല്ലാവരുടെയും ജീവൻ സംരക്ഷിക്കപ്പെടണമെന്നും ട്രംപ് പറഞ്ഞു. യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള പരിശ്രമമാകും തന്റെ ഭരണകൂടത്തിന്റെ ലക്ഷ്യമെന്നും നിയുക്ത പ്രസിഡന്റ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജീവൻ. കാലാവസ്ഥാ വ്യതിയാനത്തെ സാരമായി ബാധിക്കുന്ന ഹരിതഗൃഹ വാതകങ്ങളുടെ ബഹിർഗമനത്തിൽ മുന്നിലുള്ളത് അമേരിക്കയും ഏഷ്യയിലെ നഗരങ്ങളും എന്ന റിപ്പോർട്ട്. ലോകത്തെ ഏറ്റവും അധികം ആളുകളുള്ള ഷാങ്ഹായ് നഗരമാണ് കാർബൺ വാതക ബഹിർഗമനത്തിൽ മുന്നിലുള്ളതെന്നാണ് അസർബൈജാനിൽ നടക്കുന്ന കാലാവസ്ഥാ ഉച്ചകോടിയിൽ പുറത്തുവന്ന കണക്ക് വ്യക്തമാക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ തയ്യാറാക്കിയ കണക്കിലാണ് കാർബൺ വാതക ബഹിർഗമനത്തിൽ ആദ്യ 5 സ്ഥാനങ്ങളിലുള്ളത് ചൈനീസ് നഗരങ്ങളാണ്. 6ാം സ്ഥാനത്ത് അമേരിക്കയിലെ ടെക്സസ് ആണ് ഉള്ളത്. സാറ്റലൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങളും ഭൂമിയിലെ നിരീക്ഷണങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സഹായത്തോടെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ആഗോളതലത്തിൽ 90,000 നഗരകേന്ദ്രങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ് എന്നിവ ആദ്യമായി വളരെ ഉയർന്ന നിലയിലാണെന്നും ഉച്ചകോടിയിലെ കണക്കിനെ അടിസ്ഥാനമാക്കി അന്തർദേശീയ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഭൂമിയിലെ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ മലിനീകരണം 0.7% ഉയർന്ന് 61.2 ബില്യൺ മെട്രിക് ടണായെന്നാണ് കണക്കുകൾ വിശദമാക്കുന്നത്. മറ്റു കണക്കുകളേക്കാൾ സമഗ്രമായതാണ് റിപ്പോർട്ടെന്നാണ് റിപ്പോർട്ട് തയ്യാറാക്കിയ ക്ലൈമറ്റ് റൈസസ് സ്ഥാപകൻ വിശദമാക്കുന്നത്. ചില നഗരങ്ങളിൽ നിന്നുള്ള കാർബൺ വാതക ബഹിർഗമനം ചില രാജ്യങ്ങളുടെ ആകെ കണക്കിനേക്കാൾ അധികമാണ്. കൊളംബിയ, നോർവേ പോലുള്ള രാജ്യങ്ങളുടെ ആകെ കാർബൺ വാതക ബഹിർഗമനത്തെക്കാൾ അധികമാണ് ഷാങ്ഹായ് നഗരത്തിൽ നിന്നുള്ള ഹരിതവാതകങ്ങളുടെ ബഹിർഗമനമെന്നും റിപ്പോർട്ട് വിശദമാക്കുന്നു. 256 മില്യൺ മെട്രിക് ടൺ ഹരിതവാതകങ്ങളെയാണ് ഷാങ്ഹായ് നഗരം പുറന്തള്ളുന്നത്. ടോക്കിയോ 250 മില്യൺ മെട്രിക് ടൺ, ന്യൂയോർക്ക് നഗരം 160 മില്യൺ മെട്രിക് ടൺ, ഹൂസ്റ്റൺ 150 മില്യൺ മെട്രിക് ടൺ, ദക്ഷിണ കൊറിയ 142 മില്യൺ മെട്രിക് ടൺ ഹരിതഗൃഹവാതകങ്ങളെ പുറന്തള്ളുന്നു. ചൈന, ഇന്ത്യ, ഇറാൻ, ഇന്തോനേഷ്യ, റഷ്യ എന്നീ രാജ്യങ്ങളിൽ 2022 വലിയ രീതിയിലുള്ള കാർബൺ ബഹിർഗമനം കൂടിയെന്നും റിപ്പോർട്ട് വിശദമാക്കുന്നു. വെനസ്വേല, ജപ്പാൻ, ജർമ്മനി, ബ്രിട്ടൻ, അമേരിക്ക എന്നിവിടങ്ങളിൽ മുൻ വർഷങ്ങളേക്കാൾ കാർബൺ ബഹിർഗമനം കുറഞ്ഞുവെന്നും കാലാവസ്ഥാ ഉച്ചകോടിയിൽ അവതരിപ്പിച്ച കണക്കുകൾ വിശദമാക്കുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ ഉടൻ കുറ്റപത്രം നൽകും. AIG ജി പൂങ്കലുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് അന്വേഷണ ചുമതല. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാകും അന്വേഷണ കുറ്റപത്രം നൽകുക. സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് താൻ നേരിട്ട ദുരനുഭവം ബംഗാളി നടി തുറന്നു പറഞ്ഞത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 2009 പാലേരി മാണിക്യം സിനിമയുടെ ഓഡീഷന് വേണ്ടി കൊച്ചിയിലെത്തിയപ്പോൾ കലൂരിലെ ഫ്ളാറ്റിൽ വെച്ച് രഞ്ജിത്ത് ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ചു എന്നാണ് നടി വെളിപ്പെടുത്തിയത്. തുടർന്ന് രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. കേസിൽ നടി കോടതിയിൽ രഹസ്യമൊഴി നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. പിട്ടാപ്പള്ളിയിൽ ഏജൻസിന്റെ ഓണസമ്മാന പദ്ധതിയിലെ 10,000 വിജയികളുടെ നറുക്കെടുപ്പ് നടത്തി. ഹാഷിംഗ് എൻക്വിങ് സാങ്കേതിക വിദ്യയിലൂടെയാണ് നറുക്കെടുപ്പ് നടത്തിയത്. പിട്ടാപ്പള്ളി ഇടപ്പള്ളി ഷോറൂമിൽ നടന്ന നറുക്കെടുപ്പിൽ ഹാഷിംഗ് എൻകോഡിംഗ് സാങ്കേതിക പ്ലാറ്റ്ഫോമിലൂടെയാണ് 10,000 വിജയികളെ തിരഞ്ഞെടുത്തത്. നഗരസഭാ കൌൺസിലർ സഹന സാംജി, കസ്റ്റമർ ദമ്പതികളായ കരീമും റുക്കിയയും ചേർന്നാണ് നറുക്കെടുപ്പ് നിർവഹിച്ചത്. ഗൃഹോപകരണങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും വിജയികൾക്ക് സമ്മാനമായി ലഭിക്കും. പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ പുതിയ സമ്മാന പദ്ധതിയായ വണ്ടേഴ്സ് ഓഫ് വിന്റർ വൗ സെയിൽ സ്കീമിന്റെ ലോഞ്ചും ഇതോടൊപ്പം നടന്നു. പിട്ടാപ്പള്ളി ഏജൻസീസിൻ്റെ 35 വർഷമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷവും ഓണക്കാലത്ത് എന്തെങ്കിലും ഒരു സമ്മാന പദ്ധതിയായിട്ടാണ് പിട്ടാപ്പള്ളി ഏജൻസി വന്നിട്ടുള്ളത്. വളരെ വളരെ വിശാലമായ പദ്ധതിയാണ് ഈ വർഷം ഞങ്ങൾ ഒരുക്കിയത്. 10,000 കസ്റ്റമേഴ്സിന് ആണ് ഈ വർഷം ഞങ്ങൾ സമ്മാനം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നറുക്കെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. നിങ്ങളെല്ലാവരും കണ്ടതുപോലെ ലൈവിൽ ഈ കസ്റ്റമേഴ്സ് എല്ലാവരും കണ്ടതുപോലെ എല്ലാ ഷോറൂമുകളിലും എല്ലാ കസ്റ്റമേഴ്സിനെയും മുൻകൂട്ടി അറിയിച്ച് ലൈവായിട്ട് ഈ 10,000 പേരുടെ നറുക്കെടുപ്പ് ഞങ്ങളിവിടെ കാണിച്ചു. ഇനി
ഈ ഓരോ കസ്റ്റമേഴ്സിനെയും അതാത് ബ്രാഞ്ചുകളിൽ നിന്ന് നേരിട്ട് കോൺടാക്ട് ചെയ്ത് അവർക്ക് ഈ സമ്മാനം ഞങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തീരുന്നില്ല, ഞങ്ങൾ വിൻ്റർ സീസണിലേക്ക്, ശരിക്കും കേരളത്തിലെ ഓണം മാത്രമേ സീസണുള്ളൂ എന്ന് പറയുമെങ്കിൽ പോലും ക്രിസ്മസ് ന്യൂ ഇയറിന് കണക്കാക്കി വിൻ്റർ സീസണിലേക്ക് ഒരു സ്കീമും കൂടെ ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ്. 10,000 പേർക്ക് കാർ കൊടുക്കാൻ ഒരു സ്ഥാപനത്തിന് കഴിയില്ല എന്നറിയാം. അപ്പോൾ ഒരു ബമ്പർ പ്രൈസ് വേണമെന്ന് ചുരുക്കം ചെറുത് അഭിപ്രായപ്പെട്ടപ്പോൾ അടുത്ത സ്കീമിൽ ഞങ്ങളൊരു ബമ്പർ പ്രൈസായിട്ട് ഒരു ഇലക്ട്രിക് കാർ വാങ്ങിച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഒരു ഇലക്ട്രിക് കാറാണ് അടുത്ത സ്കീമിൽ ഞങ്ങൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ബമ്പർ സമ്മാനമായി ഇലക്ട്രിക് കാറാണ് ഉപഭോക്താക്കൾക്ക് നൽകുക. പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് ഡയറക്ടർമാരായ കിരൺ വർഗീസ്, മരിയ പോൾ, അജോ തോമസ്, ഫ്രാൻസിസ് പിട്ടാപ്പിള്ളിൽ, ഡോക്ടർ ബോബി പാനിക്കുളം, മുൻ കൌൺസിലർ മാർട്ടി തായങ്കരി തുടങ്ങിയവർ പങ്കെടുത്തു. വിജയികളുടെ പേരുവിവരങ്ങൾ പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 35 വർഷക്കാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള പിട്ടാപ്പിള്ളിൽ ഗ്രൂപ്പിന് കേരളത്തിൽ 81 ഷോറൂമുകളാണ് ഉള്ളത്. ജീവൻ ന്യൂസ്, കൊച്ചി. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമിയുടെ ബ്രാൻഡ് അംബാസിഡറായി മമ്മൂട്ടി. കൊച്ചി ഗ്രാൻഡ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ മമ്മൂട്ടിയെ അവതരിപ്പിച്ചുള്ള പരസ്യം പുറത്തിറക്കി. സമഗ്രമായ ഭാഷാ പരിശീലനത്തിനുള്ള സ്ഥാപനമെന്ന നിലയിൽ പ്രശസ്തമായ അക്കാദമി 17 വർഷമായി ഈ രംഗത്ത് സജീവമാണ്. മമ്മൂട്ടിയുമൊത്തുള്ള സഹകരണ ബ്രാൻഡിന്റെ പ്രതിബദ്ധതയ്ക്കും മൂല്യങ്ങൾക്കുമുള്ള ഉദാഹരണമാണെന്ന് സ്പീക്കീസി സിഇഒ മസ്തൂഖ് നിസാമി പറഞ്ഞു. സ്പീക്കീസി ഇംഗ്ലീഷ് അക്കാദമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിഷൻ എന്ന് പറയുന്നത് we need to break the barriers of language. So for that we have the 20 powerful codes that have been derived from our research team to make this language learning process simplified. So the journey with Mamuka that will help us to empower this journey, this voyage to the next level. തീർച്ചയായിട്ടും ഈ ഒരു നമ്മുടെ യങ്സ്റ്റേഴ്സിനെ കോൺഫിഡൻ്റ് ആക്കുന്ന, അവരെ പവർഫുൾ ആക്കുന്ന, അവരെ എംപവർ ചെയ്യുന്ന ഈ പ്രോസസ്സിൽ മമ്മൂക്കയുടെ ഈ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും നമ്മുടെ വരും തലമുറക്ക് വലിയൊരു അസറ്റായിരിക്കുന്നതിൽ സംശയമില്ല. ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം അവസരങ്ങളുടെ ഒരു ലോകം തുറക്കുമെന്നും വിവിധ മേഖലകളിൽ ആത്മവിശ്വാസത്തോടെ ഇടപഴകാൻ പ്രാപ്തരാക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഭാഷാവിദഗ്ധനായ മസ്തൂഖ് നിസാമിയുടെ മാർഗനിർദ്ദേശപ്രകാരം രൂപകൽപ്പന ചെയ്ത വ്യത്യസ്ത കോഴ്സുകളാണ് സ്പീക്കീസി വാഗ്ദാനം ചെയ്യുന്നത്. കോഡ് അടിസ്ഥാനമാക്കിയുള്ള സമീപനം പരമ്പരാഗത അക്കാദമികളിൽ നിന്നും ഇതിനെ വേറിട്ട് നിർത്തുന്നു. 6 ലക്ഷം വിദ്യാർത്ഥികളും പ്രതിമാസം 6000-ലധികം പുതിയ അഡ്മിഷനുകളുമുള്ള സ്പീക്കീസി ഇതിനകം നിരവധി അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട്. നിലവിൽ ദുബായ്, കോഴിക്കോട്, കൊച്ചി, തൃശൂർ, തിരുവനന്തപുരം, മഞ്ചേരി, തിരൂർ, കണ്ണൂർ, എടപ്പാൾ, ഫറോക്ക് എന്നിവിടങ്ങളിലാണ് സ്പീക്കീസിയുടെ ശാഖകൾ പ്രവർത്തിക്കുന്നത്. സിഇഒ നിസാർ ബാബുവും കമ്പനി ഡയറക്ടർമാരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജീവൻ ന്യൂസ്, കൊച്ചി. യുവേഫ നേഷൻസ് ലീഗിൽ പോർച്ചുഗലിന് തകർപ്പൻ ജയം. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരട്ട ഗോളും അസിസ്റ്റുമായി കളം നിറഞ്ഞ പോരാട്ടത്തിൽ 1-നെതിരെ 5 ഗോളുകൾക്കാണ് പറങ്കിപ്പട പോളണ്ടിനെ കെട്ടുകെട്ടിച്ചത്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പുറമെ റഫേൽ ലിയാവോ, ബ്രൂണോ ഫെർണാണ്ടസ്, പെഡ്രോ നെറ്റോ എന്നിവരാണ് പോർച്ചുഗലിന്റെ മറ്റു സ്കോറർമാർ. ഡൊമിനിക് മാർസൂക്കാണ് പോളണ്ടിനായി വലകുലുക്കിയത്. ഗോൾ രഹിതമായി അവസാനിച്ച ഒന്നാം പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിലാണ് കളിയിലെ 6 ഗോളും പിറന്നത്. 59-ാം മിനിറ്റിൽ റഫേൽ ലിയാവോയാണ് പോർച്ചുഗലിനായി ഗോൾ സ്കോറിംഗ് ആരംഭിച്ചത്. ഇടതുവിങ്ങിൽ നിന്ന് ന്യൂനോ മെൻഡസ് നീട്ടി നൽകിയ പന്തിനെ ഒരു ഡൈവിംഗ് ഹെഡറിലൂടെ ലിയാവോ വലയിലാക്കി. 72-ാം മിനിറ്റിൽ പെനാൽറ്റി ബോക്സിൽ വച്ച് പോളണ്ട് ഹാൻഡ്ബോൾ വഴങ്ങി. റഫറി പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. മനോഹരമായൊരു പനാങ്കെ കിക്കിൽ റോണോ പന്ത് വലയിലെത്തിച്ചു. 79-ാം മിനിറ്റിൽ ബ്രൂണോ ബ്രില്യൻസ്. മൈതാനമധ്യത്തുകൂടി പന്തുമായി കുതിച്ച ബ്രൂണോ ഫെർണാണ്ടസ് പെനാൽറ്റി ബോക്സിന് വെളിയിൽ നിന്ന് തൊടുത്ത ലോങ് റേഞ്ചർ ഗോൾ വല തുളച്ചു. 82-ാം മിനിറ്റിൽ ക്രിസ്ത്യാനോ നീട്ടി നൽകിയ പന്തുമായി കുതിച്ച പെഡ്രോ നെറ്റോ ഗോളിയെ കാഴ്ചക്കാരനാക്കി വലകുലുക്കി. 87-ാം മിനിറ്റിൽ മത്സരത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം പിറന്നു. വലതുവിങ്ങിലൂടെ കുതിച്ച വിറ്റിന നീട്ടിയ ക്രോസിനെ മനോഹരമായൊരു ബൈസിക്കിൾ കിക്കിലൂടെ റോണോ വലയിലെത്തിച്ചു. 88-ാം മിനിറ്റിലാണ് പോളണ്ടിന്റെ ആശ്വാസ ഗോൾ പിറന്നത്. സ്പോർട്സ് ഡെസ്ക്, ജീവൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.
സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വെറുപ്പിന്റെ രാഷ്ട്രീയം വെടിഞ്ഞെന്ന സന്ദീപ്. സ്നേഹത്തിന്റെ കടയിലേക്ക് സ്വാഗതമെന്ന സതീശൻ. ബലിദാനികളെ വഞ്ചിച്ചെന്ന സുരേന്ദ്രൻ. കേരളത്തോടുള്ള കേന്ദ്ര അവഗണന പ്രതിഷേധം ശക്തമാക്കാൻ ഇടതുമുന്നണി. വയനാടിന് സഹായം നൽകാത്തതിൽ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾക്കും ആലോചന. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഗ്നിബാധ. 10 നവജാത ശിശുക്കൾക്ക് ജീവഹാനി. അന്വേഷണം പ്രഖ്യാപിച്ച UP സർക്കാർ. ആഗോളതാപനം. ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനത്തിൽ മുന്നിൽ അമേരിക്കയും ഏഷ്യൻ നഗരങ്ങളും. റിപ്പോർട്ട് അസർബൈജാൻ കാലാവസ്ഥാ ഉച്ചകോടിയിൽ. യുവേഫ നേഷൻസ് ലീഗ്. പോളണ്ടിനെതിരെ പോർച്ചുഗലിന് തകർപ്പൻ ജയം. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇരട്ട ഗോൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് presented by BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ജീവന്റെ നൂൺ എഡിഷൻ സമാപിച്ചു. നമസ്കാരം.